വോട്ടിന് വേണ്ടി മരിച്ചുപോയവരെ പോലും വെറുതെ വിടില്ല. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് എന്ന് ചോദിക്കാതിരിക്കാൻ നിർവാഹമില്ല ഈ കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ കണ്ട്. കോൺഗ്രസുകാരും ബി ജെ പിക്കാരും തമ്മിൽ തല്ലുകയാണ്. മിഠായി തുണ്ടിനെ പൊതുനിരത്തിൽ കിടന്നു നഴ്സറി പിള്ളേർ തല്ലുകൂടുന്നത് പോലെ കോൺഗ്രസിലെയും ബി ജെ പിയിലെയും മുതിർന്ന നേതാക്കൾ ചേറ്റൂർ ശങ്കരൻ നായരെ ചൊല്ലി തല്ലും ബഹളവും നടത്തുകയാണ്. ഇന്ന് ചേറ്റൂർ ശങ്കരൻ അനുസ്മരണ ദിനമാണ്. ചേറ്റൂർ ശങ്കരൻ നായരുടെ സ്മൃതി മണ്ഡപത്തിൽ കോൺഗ്രസും ബി ജെ പിയും പുഷ്പാർച്ചന നടത്തി. ബി ജെ പിക്കാരാണ് ഇന്നലെ ഉറക്കമിളച്ചിരുന്ന് രാവിലെ വന്ന് കാര്യം നടത്തിയത്. അതിനുശേഷം കോൺഗ്രസുകാരും രംഗത്തെത്തിയിട്ടുണ്ട്. കെ പി സി സിയിലും കണ്ണൂർ ഡി സി സിയിലും വിപുലമായ അനുസ്മരണ പരിപാടികൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. രണ്ടു കൂട്ടരുടെയും വക കൊടിതോരണങ്ങൾ സ്മൃതി മണ്ഡപത്തിൽ നാട്ടിയിട്ടുമുണ്ട്. ആത്മാവിനെ പോലും വെറുതെ വിടില്ല എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യാൻ? കേസരി ചാപ്റ്റർ 2 സിനിമ ഇറങ്ങിയതിനു ശേഷമാണ് ചേറ്റൂർ നായർക്ക് ഇത്രയും പ്രചാരമുണ്ടായത്. അതുവരെ കാലം ചെയ്ത നേതാക്കന്മാരെ പോലെ ഓർമ്മകളിൽ മൺമറഞ്ഞു പോയിരുന്ന ശങ്കരൻ നായരെ ബി ജെ പിക്കാരും കോൺഗ്രസുകാരും കൂടി രണ്ട് പാർട്ടിയിലും ചേർക്കാനുള്ള ശ്രമം തകൃതയായി നടക്കുകയാണ്. പാലക്കാട് ചേറ്റൂരിന്റെ പേരിനെ ചൊല്ലി കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ വലിയ തർക്കമാണ് നടക്കുന്നത്. ചേറ്റൂരിന്റെ അനുസ്മരണം നടത്തുന്ന കാര്യത്തിലും ഇതേ നിലപാടിലാണ് കോൺഗ്രസും ബി ജെ പിയും മുന്നോട്ട് പോകുന്നത്. ബി ജെ പിയുടെ ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് രാവിലെ ചേറ്റൂർ ശങ്കരൻ നായർ സ്മൃതി മണ്ഡപത്തിൽ വന്ന് കോൺഗ്രസുകാർക്ക് മുന്നേ പുഷ്പാർച്ചന നടത്തി. അതിനുശേഷം ബി ജെ പി നേതൃത്വം തന്നെ പാലക്കാട് മങ്കരയിൽ വെച്ച് ചേറ്റൂർ അനുസ്മരണവും സംഘടിപ്പിച്ചു. ഈ അനുസ്മരണത്തിൽ കോൺഗ്രസിനെതിരെ ശക്തമായ ആരോപണങ്ങളാണ് ബി ജെ പി നേതാക്കന്മാർ ഉന്നയിച്ചത്. അനുസ്മരണത്തിൽ ബി ജെ പി നേതാവ് പി കെ കൃഷ്ണദാസ് കോൺഗ്രസുകാർ നെഹ്റു കുടുംബത്തിൽപ്പെട്ടവരല്ലാത്ത ആർക്കും യാതൊരു അംഗീകാരങ്ങളും കോൺഗ്രസിനുള്ളിൽ കൊടുക്കുന്നില്ല എന്നും മറ്റു നേതാക്കന്മാരൊക്കെ കടുത്ത അവഗണനയാണ് പാർട്ടിക്കുള്ളിൽ നേരിടുന്നത് എന്നുമുള്ള ശക്തമായ ആരോപണങ്ങളാണ് കോൺഗ്രസിനെതിരെ ഉന്നയിച്ചത്. അത്തരത്തിൽ കോൺഗ്രസുകാർ വിസ്മൃതിയിൽ ഉപേക്ഷിച്ചു കളഞ്ഞ ഒരു നേതാവാണ് ചേറ്റൂർ ശങ്കരൻ നായർ എന്നാണ് സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് ബി ജെ പി നേതാവ് പറഞ്ഞത്. അതിനുശേഷം ബി ജെ പിയുടെ നേതൃത്വത്തിൽ മങ്കരയിൽ വെച്ച് നടത്തിയ ചേറ്റൂർ അനുസ്മരണ പരിപാടിയിൽ ചേറ്റൂരിന്റെ കുടുംബാംഗങ്ങൾ പങ്കെടുത്തത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാവുകയും ചെയ്തു. ബി ജെ പി നേതാക്കന്മാർ പരസ്യമായി കോൺഗ്രസിനെ ആക്ഷേപിച്ച കാര്യങ്ങളൊക്കെ ശരിവെക്കുന്ന തരത്തിലായിരുന്നു ചേറ്റൂരിന്റെ കുടുംബാംഗങ്ങൾ ബി ജെ പി അനുസ്മരണത്തിൽ പങ്കെടുത്തത്. എന്നാൽ ബി ജെ പിക്കാരുടെ തൊട്ടു പിന്നാലെ പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠനും പാലക്കാട് ഡി സി സി അധ്യക്ഷൻ എ തങ്കപ്പനും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും അണികളും സ്മൃതി മണ്ഡപത്തിൽ എത്തി. അതിനുശേഷം കോൺഗ്രസുകാർ ഇത്തരത്തിൽ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി കേരളത്തിൽ ഉണ്ട് എന്ന് തന്നെ ബി ജെ പിക്കാർ തിരിച്ചറിയുന്നതിന് ഒരു സിനിമയുടെ സഹായം വേണ്ടി വന്നു എന്ന് പരിഹസിക്കുകയാണ് ഉണ്ടായത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല കേസിൽ ബ്രിട്ടീഷുകാരെ വിറപ്പിച്ച നിയമ പോരാട്ടം നടത്തിയ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ. ഇപ്പോൾ തിയേറ്ററിൽ ഓടുന്ന കേസരി ചാപ്റ്റർ 2 എന്ന ചിത്രം ഇദ്ദേഹത്തിന്റെ ജീവിത കഥ കൂടിയാണ്. അവസാന കാലത്ത് ചില എതിർപ്പുകളോടെ കോൺഗ്രസിൽ നിന്ന് അകന്നുവെങ്കിലും കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശക്തനായ ഒരു പേര് തന്നെയായിരുന്നു ചേറ്റൂർ ശങ്കരൻ നായർ. കോൺഗ്രസിലെ ആദ്യത്തെ ദേശീയ അധ്യക്ഷൻ കൂടിയായിരുന്ന ഇദ്ദേഹം എന്നാൽ പതിയെ ഇദ്ദേഹത്തെ കോൺഗ്രസുകാർ പോലും മറന്നു. ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചേറ്റൂർ ശങ്കരൻ നായറിനെ ഒരു പ്രസംഗത്തിനിടയിൽ അനുസ്മരിച്ചു. പിന്നാലെ ബി ജെ പി മുന്നോട്ട് വരികയും ചെയ്തു. ഇതാണ് ഇപ്പോൾ ചേറ്റൂർ ശങ്കരൻ നായർ എന്ന പേരിൽ രണ്ടു കൂട്ടരും തമ്മിലടിക്കുന്നത്. എന്തൊക്കെ നാടകങ്ങൾ കണ്ടാലാണ് ഈ രാഷ്ട്രീയക്കാരെ കൊണ്ട് ഒരു ദിവസം തള്ളി നീക്കാൻ കഴിയുന്നത്? എല്ലാം ഒരുതരം പ്രഹസനവും നാടകവുമാണ് എന്ന് പൊതുജനത്തിന് അറിയുകയും ചെയ്യാം. നാടകമീ ഉലകം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല.